നമസ്കാരം. നമ്മുടെ PSC ഇന്ന് നടത്തിയ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 എന്നൊരു എക്സാം ഉണ്ടായിരുന്നു. നമ്മൾ 10th ലെവൽ മെയിൻസിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കീ നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത്? ഒന്നാമത്തെ എന്താ? ആത്മാനുപാതം ഇടയ നാടകങ്ങൾ ഉൾപ്പെട്ടതാണ്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വാഗ്ബടാനന്ദൻ്റെ അല്ലേ, അപ്പോൾ അത് ഉൾപ്പെടുത്തില്ല. പിന്നെ നാലാഗമങ്ങൾ, അതുപോലെ ധ്യാന സല്ലാപങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. വേദാധികാര നിരൂപണം അരുൾനൂലക്കാരത ചട്ടമ്പി സ്വാമികളുടെയും അതുപോലെ വൈകുണ്ഠ സ്വാമികളുടെയൊക്കെ കൃതിയാണ്. അപ്പോൾ ഉൾപ്പെട്ടത് ഏതൊക്കെയാ? 1, 3 ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 1, 3 ഇതിൽ ശരിയായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാ? കുളച്ചൽ യുദ്ധം അല്ലെ, 1741 നടന്ന കുളച്ചൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയ് എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ജോസഫ് നോയൽ പേറ്റൺ അല്ല, ഓപ്ഷൻ എ ആണ് ജോസഫ് നോയൽ പേറ്റൺ ആണ്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ആനി ബസന്റ് ഉണ്ട്, ഡോക്ടർ എസ് സുബ്രഹ്മണ്യ അയ്യർ ഉണ്ട്, അതുപോലെ ലോക്മാന്യ തിലക് ഉണ്ട്. 1, 3, 4 ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ. ഓപ്ഷൻ ബി ആണ്. അഞ്ചാമത്തെ ചോദ്യം, ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ടിപ്പു സുൽത്താൻ അല്ലേ. ഇനി ആറാമത്തെ ചോദ്യം, 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഏതാ? ഒട്ടക വർഷം അല്ലെ, ഓപ്ഷൻ ഡി ആണ്. ഒട്ടക വർഷമാണ്. നമുക്കറിയാം 2023 ഏതായിരുന്നു? ചെറുധാന്യ വർഷമായിരുന്നു. 2024 ഒട്ടക വർഷമായിട്ടാണ് ആരാചരിക്കുന്നത്? UN ആചരിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവർ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സൂര്യ സമീപന ദിനം, അതായത് പെരിഹീലിയൻ ദിവസം ഏതാണ്? ഓപ്ഷൻ എ ആണ് ജനുവരി 3 എട്ടാമത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ അതായത് ടോപ്പോഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ആയിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ? ഓപ്ഷൻ സി ആണ് ഡെറാഡൂണിലാണ്. ഒൻപതാമത്തെ ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാ? കൃഷ്ണാ നദി അല്ലെ. കൃഷ്ണാ നദിയുടെ ഉത്ഭവ പ്രദേശമാണ് ഇത് മഹാബലേശ്വർ എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാ? കൽക്കരിയാണ് അല്ലെ, ഓപ്ഷൻ എ ആണ്. കൽക്കരിയാണ്. 11ാമത്തെ ചോദ്യം, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ പാത ഏതാ? ഓപ്ഷൻ സി ആണ്. NW3 ആണ്. 12ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാ? ഓപ്ഷൻ ബി ആണ്. അനുവാദിനിയാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക, ഇനി വരുന്ന എക്സാമുകളിലും വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമാണ് ഏത്? അനുവാദിനി. ഇനി 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ 2ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. 1, മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടു. അതുപോലെ വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ എന്ത് ചെയ്തു? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. 1, 3, 4 ഇതിൽ 2ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടത്. ബന്ധമില്ലാത്ത ഏതാ? 2 മാത്രമല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ, 2 മാത്രം എന്നുള്ളത്. ഇനി 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ കുറിച്ചുള്ളതാന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന 3-4 ക്വസ്റ്റ്യൻസും 7 ക്വസ്റ്റ്യൻസ് അല്ലേ, 7 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ ശനിയാഴ്ച നടന്ന വയനാട് എറണാകുളം LDയുടെ അതേ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് വരെ വ്യത്യാസമില്ല. അപ്പോൾ ഇതിന് ശരിക്കും ആൻസർ ക്യാൻസൽ ആകാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഇതിൽ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസൽ ആകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നീതി ആയോഗിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്രസ്താവനകൾ ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. എന്നാലും പഠിച്ചു നോക്കുക. 2015 ജനുവരി 1 ഏത് നിലവിൽ വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത്. ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധ ഉപദേശ സമിതിയാണ് ഏത്? നീതി ആയോഗ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയപരമായ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമാരുടേത്? നീതി ആയോഗിൻ്റെത്. ഇനി ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായ സംഭവം എന്തായിരുന്നു? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാ? ഓപ്ഷൻ ഡി ആണ്. വാണിജ്യ ബാങ്കുകളാണ്. ബാക്കിയൊക്കെ എന്താണ്? ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളാണ് അല്ലേ.
ഈ 17ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളത്? അത് ഇന്ത്യൻ ഹരിത വിപ്ലവമായിരിക്കാം ഇവർ ഉദ്ദേശിച്ചത്. ഇതിന്റെ വക്താവാര MS സ്വാമിനാഥൻ തന്നെയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. അതുപോലെ രാസകീടനാശിനികളും അതുപോലെ രാസവളങ്ങളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയായിരുന്നു. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായത് ഏതൊക്കെയാ? 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 18ാമത്തെ ചോദ്യം പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, 1ാം സ്ഥാനമാണ്. 19ാമത്തെ ചോദ്യം 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി ആരാ? അരവിന്ദ് പനഗിരിയാണ്. 20ാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ, അറിയാത്ത കാര്യങ്ങൾ അപ്പം പഠിച്ചു പോവുക. ഒന്നാമത്തത് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ്. രണ്ടാമത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. മൂന്നാമത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ശരിയാണ്. നാലാമത്തത് ജനസംഖ്യ ആനുപാതികമായിട്ട് ഓരോ പ്രവിശ്യക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏത് തന്നെയാണ്? ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണല്ലോ. അപ്പോൾ 1, 3, 4 അങ്ങനെ ഓപ്ഷൻ ഏതാണുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്. 21ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ കോളം എ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അവശിഷ്ടാധികാരങ്ങൾ കോളം ബിയുമായിട്ട് യോജിപ്പിച്ചിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. 1 തുറമുഖം കേന്ദ്ര ലിസ്റ്റ് എന്നുള്ളത് ശരിയാണ്. 2 ഭൂമി സംസ്ഥാന ലിസ്റ്റ് എന്നുള്ളത് എന്താണ്? ശരിയാണ്. രണ്ടാമത് സൈബർ നിയമങ്ങൾ സംയുക്ത ലിസ്റ്റ് അല്ല, അവശിഷ്ട അധികാരമാണ് കേട്ടോ. സൈബർ നിയമങ്ങൾ എന്താ? അവശിഷ്ട അധികാരമാണ്. അപ്പം 3 തെറ്റാണ്. നാലാമത്തത് പിന്തുടർച്ചാ അവകാശവും എന്താണ്? അവശിഷ്ട അധികാരം എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റാണ് വേണ്ടത്. 1 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് PK തുങ്കൻ കമ്മിറ്റിയാണ്. ശരിയാണ് അല്ലേ? ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആര് തന്നെയായിരുന്നു? PK തുങ്കൻ കമ്മിറ്റിയാണ്. 243A എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നുണ്ട്. 243C പഞ്ചായത്തുകളിലെ സീറ്റ് സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. തെറ്റാണ്. ഇനി 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഉറപ്പാക്കി. തെറ്റാട്ടോ. എത്രയാ? 33% സംവരണമാണ് ഉറപ്പാക്കിയത് കേട്ടോ. അതേപോലെ 243C എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്തുകളുടെ ഘടനയെക്കുറിച്ച് കേട്ടോ. പഞ്ചായത്തുകളുടെ ഘടനയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഇത് 243C എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. 23ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ശരി അല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തത് ഭരണഘടനാ പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. ശരിയാണല്ലേ? ഭരണഘടനാ പ്രകാരം എന്താണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ആര്? ഉപരാഷ്ട്രപതി. ഇനി രണ്ടാമത്തത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇതിൽ നമുക്ക് ഓൾറെഡി വായിക്കുകയാണെങ്കിൽ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. പക്ഷെ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്കും എന്ത് ചെയ്യാം? വോട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രൊഫഷണൽ പ്രകാരം ഇത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയാണ് എന്നുള്ളതും തെറ്റാണ് കേട്ടോ. അപ്പോൾ 2ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിന് ആൻസർ വരുന്നത്. 2ഉം 3ഉമാണ്. ഇതിലൊരു എക്സെപ്ഷൻ കേസ് വരുന്നത്, അതായത് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ വായിക്കുന്ന സമയത്ത് അത് തെറ്റില്ല. കാരണം എന്താ? അംഗങ്ങൾക്ക് മാത്രമായി തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമേ എന്നാണെങ്കിൽ അത് തെറ്റാന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല? മാത്രമേ എന്ന് പറഞ്ഞിട്ടില്ല. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രൊഫഷണൽ എന്ത് തന്നെയാണ്? തെറ്റായിട്ട് തന്നെ കേട്ടോ കൊടുത്തിരിക്കുന്നത്.
24ാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ വസ്തുതകൾ. 1. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ശരിയാണ്. ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. രണ്ടാമത്തത് അനുച്ഛേദം 75 3 പ്രകാരം മന്ത്രിസഭക്ക് പാർലമെന്റിനോട് എന്തുണ്ട്? കൂട്ടുത്തരവാദിത്വമുണ്ട്. അറിയാത്ത കാര്യങ്ങളാണ്, പഠിച്ചു വെക്കുക. അനുച്ഛേദം 75 3 പ്രകാരം മന്ത്രിസഭക്ക് എന്തുണ്ട്? പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. മന്ത്രിസഭക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇനി 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുതെന്ന് വ്യവസ്ഥ ചെയ്തു. ഇതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ഇതിലെന്താ തെറ്റുള്ളത്? അതായത് 91ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മന്ത്രിമാരുടെ എണ്ണം 20% 15% കേട്ടോ. 15%. അതായത് നമ്മൾ സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കേരളം എടുത്തിട്ട് ടോട്ടൽ നിയമസഭയിൽ ഒരു 100 സീറ്റാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? 100ന്റെ 15% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മന്ത്രിമാരായിട്ട് നിയമിക്കപ്പെടാൻ പാടുള്ളൂ. അതാണ് 91ാം ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്നത്. 20% 15%. അതായത് 100 അംഗങ്ങളാണെങ്കിൽ 15 മന്ത്രിമാരെ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 140 സീറ്റാണുള്ളത്. അതിന്റെ ഏകദേശം ഒരു 15% എടുത്തു കഴിഞ്ഞാൽ 20-21% വരും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള മന്ത്രിസഭ ഉള്ളത്. നാലാമത്തത് മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. 4ാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1, 2, 4 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 3 മാത്രമേ ഇതിൽ തെറ്റുള്ളൂ. നമ്മളോട് ഏതാ പറഞ്ഞിരിക്കുന്നത്? ശരിയായ പ്രസ്താവനയല്ലേ. അപ്പോൾ 1, 2, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, 91ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും എത്രയേ പാടുള്ളൂ? ടോട്ടൽ അംഗസംഖ്യയുടെ 15% മാത്രമേ പാടുള്ളൂ. 25ാമത്തെ ചോദ്യം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ചോദിച്ചെങ്കിലും എല്ലാം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഒന്നാമത്തത്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 75 നിന്നും 80 ആക്കിയിട്ട് വർദ്ധിപ്പിച്ചു. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. 80 85 വയസ്സായിട്ടായിരുന്നു കേട്ടോ. 80 85 വയസ്സാണ്. 1 തന്നെ തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ആര് വേണം? 1 വേണം. 1 ഇല്ലാത്തതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ ബിയിൽ 1 ഇല്ല, ഓപ്ഷൻ സിയിൽ 1 ഇല്ല, നമ്മൾ വെട്ടി. രണ്ടാമത്തത്, ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 2 ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡിയിൽ നോക്കിയേ 1 ഉണ്ട്, നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടിയിരിക്കുകയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? 1, 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവന ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുതിർന്ന പൗരന്മാർക്ക് നമ്മൾ തപാൽ വോട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്ര വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാ? 85 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കായിരുന്നു. അതുപോലെ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ പ്രസ്താവന, KYC എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. അതെന്താണ്? തെറ്റാണ്. KYC എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനു വേണ്ടിയിട്ട്? അത് നോ യുവർ കാൻഡിഡേറ്റ്, നമ്മുടെ കാൻഡിഡേറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അവരെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇത് KYC, നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. പക്ഷെ എന്തിനു വേണ്ടിയിട്ടുള്ളതല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ അതും തെറ്റാണ്. നാലാമത്തത്, സ്വീപ്പ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയായിരുന്നു. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ പഠിച്ചു വെക്കുക. 26ാമത്തെ ചോദ്യം, 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ കണ്ടുപിടിക്കാം. നമുക്കറിയാം നാരി ശക്തൻ വന്ദൻ അധിനിയം അല്ലേ, അങ്ങനെയായിരുന്നു 106ാമത്തെ ഭേദഗതിയുമായിട്ട് പുതിയ വന്ന നിയമത്തിന്റെ പേര്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
ആയിട്ടായിരുന്നു. ഒന്നാമത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു, ശരിയാണ്. രണ്ടാമത് ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭയിലും 1/3 സീറ്റുകൾ വനിതകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? തെറ്റാണ്. അതായത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും കൂടാതെ ദേശീയ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിലുമാണ് ഈ 33% സംവരണം നിലവിൽ വന്നത്. വേറെ എവിടെ ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് എന്തില്ല, 33% സംവരണം കൊണ്ടുവന്നിട്ടില്ല. അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാ, ഭാഗമല്ലാത്ത പ്രസ്താവനയാണ്. അപ്പം നമ്മുടെ ആൻസറിൽ ആര് വേണം? 2 വേണം അല്ലേ? 2 ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയുള്ളത്? നമുക്ക് 2 ഇല്ലാത്ത വെട്ടിക്കളയാം. ഓപ്ഷൻ സിയിൽ 2 ഇല്ല, ഓപ്ഷൻ എയിൽ 2 ഉണ്ട്. പക്ഷെ ഒന്നാമത്തെ പ്രസ്താവന ശരിയായത് കൊണ്ട് തന്നെ അതും നമുക്ക് വെട്ടിക്കളയണം. ഇനി 2 ഓപ്ഷനേ ഉള്ളൂ, 2, 3, 2, 4. മൂന്നാമത്തെ പ്രസ്താവന നോക്കിയേ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. അവിടെയും ഏത് ബാധകമാണ്? ഈ 33% സംവരണം ബാധകമാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ 2ഉം 3ഉമാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. ഇനി നാലാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ളതാണ്. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും എന്നുള്ളതും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമുകളിലൊക്കെ ചിലപ്പോൾ ഈ 106ാമത്തെ ഭേദഗതി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായിട്ട് പഠിച്ചു നോക്കുക. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലും ആണ് എന്ത് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്ന നിയമമാണ് ഇത് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി. അതുപോലെ ഓരോ അതിർത്തി നിർണയത്തിന് ശേഷം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ ആര് തീരുമാനിക്കും? പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. ഈ സംവരണം എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ട് സംവരണം ചെയ്ത സീറ്റുകൾക്കും എന്ത് ബാധകമാണ്? ഈ നിയമം ബാധകമാണ്. 27ാമത്തെ ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്നതിൽ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? നമുക്കറിയാം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 243 അനുച്ഛേദ പ്രകാരമാണ്. 28ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാ? റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കും അല്ലെ? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കേരള റവന്യൂ വകുപ്പ് മന്ത്രി ആരാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? കമന്റ് ചെയ്യണേ, ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാന്ന്. 29ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. KS ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതായത് KAS ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണല്ലേ? നമുക്കറിയാം നമ്മുടെ PSC ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഇടും. ഇപ്പം നോട്ടിഫിക്കേഷൻ കുറേ പേര് കാത്തു നിൽക്കായിരുന്നു KS-ൻ്റെത്, പക്ഷെ ഇപ്പം ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലേ? അപ്പോൾ KS ആര് തന്നെ എക്സാം നടത്തുന്നത്? നമ്മുടെ PSC തന്നെയാണ്. 2, ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായിക്കൊണ്ട് കേരളത്തിൽ രൂപപ്പെടുത്തിയ ഒരു സർവീസാണ് ഇത് KAS. അതും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജനുവരി 1-നാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. 30ാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരളത്തിൽ നിന്ന് റാംസാർ സൈറ്റുകളിൽ 3 ഉൾപ്പെട്ടത്. 1 ശാസ്താംകോട്ട, 1 വേമ്പനാട്ടുകായൽ, അഷ്ടമുടിക്കായൽ. അപ്പോൾ ഉൾപ്പെടാത്തത് എന്നുള്ളത് ഇവയൊന്നുമല്ല. 31ാമത്തെ ചോദ്യം, സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കാനായിട്ട് 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ആരായിരുന്നു ഈ സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ ഇതിലാകെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ആരേ ഉള്ളൂ? അച്യുതമേനോ മാത്രമേ ഉള്ളൂ അല്ലേ? കരുണാകരൻ കോൺഗ്രസ്സുകാരനാണ്, R ശങ്കറും കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ ആൻസർ ചെയ്താം ആരാ? അച്യുതമേനോനാന്നുള്ളത്. 32ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? ഓപ്ഷൻ D ആണ്. പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഇത് മിഠായി എന്ന് പറയുന്നത്. 33, ഏറെ പതിറ്റാണ്ടുകളായിട്ട് പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിലെ അംഗമായിട്ട് ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഏതാ? നമ്മുടെ മാനന്തവാടി അല്ലെ? വയനാട് ജില്ലയിലെ മാനന്തവാടി മണ്ഡലത്തിൽ നിന്നാണ്. 34ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടെസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? എടുത്ത് ചോദിച്ചേക്കുക അല്ലെ? ഇന്ത്യയെ കുറിച്ചാണ് അല്ലെ? അപ്പോൾ ടെസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. 35ാമത്തെ ചോദ്യം, കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ചോദിച്ചാൽ ഏതാ? ദൃഷ്ടിപടലമാണ് അല്ലെ? ദൃഷ്ടിപടലമാണ്. 36ാമത്തെ ചോദ്യം, ജമുന പ്യാരി, സൂർത്തി, മലബാറി എന്നിവ
ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? നമ്മളിത് SCRT ക്ലാസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആടാണ് അല്ലെ, ജമുനാപ്യാരിയും മലബാറിയും സുഹൃത്തിയൊക്കെ എന്താണ്? ആടാണ്. ഇനി 37ാമത്തെ ചോദ്യം, കുരങ്ങ് പനി അല്ലെ, KFD എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? KFD എന്തിനാ? KFD വൈറസ് ആണ് അല്ലെ, ഓപ്ഷൻ ഡി ആണ്, വൈറസ് ആണ്. ഇനി WWFന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഗ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ് ആണ്, ഓപ്ഷൻ ബി ആണ്. 39 എന്താണ് ശരണ്യ പദ്ധതി? എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു ശരണ്യ പദ്ധതി? ഓപ്ഷൻ എ ആണ്, സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയായിരുന്നു ഇത് ശരണ്യ എന്ന് പറയുന്നത്. 40ാമത്തെ ചോദ്യം, വൈറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണേത്? B1 ബെറിബെറി ആണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ചോദിച്ചാൽ സൗദി അറേബ്യ ആയിരുന്നു. 42ാമത്തെ ചോദ്യം, ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി ആണ്, ഇതിൽ 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 43ാമത്തെ ചോദ്യം, ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? 690/230 എത്ര കിട്ടും? 3 ആംപിയർ ആയിരിക്കും. ഇനി കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനിൽ കാർ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? എത്രയോ പ്രാവശ്യം ചോദിച്ചു. ഏതാ? പാസ്കൽ നിയമമാണ് അല്ലേ. 45ാമത്തെ ചോദ്യം, ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്? ഈയിടെയുള്ള എല്ലാ എക്സാമിലും നൊബേൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? 2024 നൊബേലും പ്രഖ്യാപിച്ചില്ല. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് 2024 നൊബേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രോൺ ഡൈനാമിക്സ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഇലക്ട്രോൺ ഡൈനാമിക്സ്. 46ാമത്തെ ചോദ്യം, വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിൽ വിക്രം എസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ്, ശരിയാണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. അതേപോലെ ഇനി 3ാമത്തത്, റോക്കറ്റിന്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 18-നാണ്. ചെറിയൊരു 1 വർഷം കൂടിപ്പോയി, 2022 നവംബർ 18-നായിരുന്നു കേട്ടോ. ഓപ്ഷൻ 3ാമത്തിൽ എന്താ? 2023 അല്ല, 2022 നവംബർ 18-നാണ് വിക്ഷേപിക്കുന്നത്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. 4ാമത്, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്? വിക്രം എസ് വിക്ഷേപിച്ചത്. അപ്പോൾ 1, 2, 4 ഇതിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 47ാമത്തെ ചോദ്യം കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, ചേരുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും എടുത്ത് ചോദിച്ചേക്കുവാണ് SCRT അല്ലേ. ബോയിൽ നിയമം, ഡാൾട്ടന്റെ നിയമം, അവഗാഡ്രോ നിയമം, ചാൾസ് നിയമം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 48ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. 1s2 2s2 2p7 അല്ലേ. പിയിൽ 7 പോകത്തില്ല. അപ്പോൾ 1 തെറ്റാണല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 1 വേണം. ഒന്നില്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടിക്കളയാം. 1s2 2s2 2p2 പോവും. 1s2 2s2 2p6 3s2 3p6 പോവും. 4s1 4d1 പോവും അല്ലേ. 1s2 2s2 2p5 3s1 പോകേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അത് തെറ്റല്ലേ. 1ഉം 4ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 49ാമത്തെ ചോദ്യം, സാന്ദ്രീകരിച്ച ലോഹയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ. അതായത് ഒരയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ദ്രവണാംഗത്തേക്കാൾ ചൂടാക്കുകയാണെങ്കിൽ എന്ത് പറയും നമ്മൾ? വായുവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? റോസ്റ്റിംഗ് അല്ലെ. ഇത് SCRT എടുത്തു വെച്ചേക്കുവാണ്, റോസ്റ്റിംഗ് ആണ്. 50ാമത്തത്, ഒഗനസോൺ എന്നത് എന്താണ്? എനിക്ക് തോന്നുന്നു റീസെന്റ് എല്ലാ എക്സാമുകളിലും ഈ ഒഗനസോൺ എന്ന മൂലകത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ അത്? ഒരു കൃത്രിമ മൂലകമാണ് അല്ലെ. 118ാമത്തെ മൂലകം കൂടിയാണ് ഇത് ഒഗനസോൺ. അപ്പോൾ കൃത്രിമ മൂലകമാണ് ഇത് ഒഗനസോൺ എന്ന് പറയുന്നത്. 51ാമത്തെ ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തായിരുന്നു? അപ്പോൾ നൊബേൽ 2 പ്രാവശ്യം ചോദിച്ചല്ലോ ഇതിനകത്ത്. എന്തായിരുന്നു രസതന്ത്രത്തിനുള്ളത്? ഓപ്ഷൻ ബി അല്ലേ, ക്വാണ്ടം ഡോട്ട്സിനല്ലേ. ക്വാണ്ടം ഡോട്ട്സിനാണ്. 52ാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലക്രമത്തിൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്കറിയാം ആദ്യമായിട്ട് മലയാളിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയതാർക്കാ? ജി ശങ്കരക്കുറുപ്പിന് അല്ലേ. അങ്ങനെ ഒരു ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ, ജി ശങ്കരക്കുറുപ്പ് തുടങ്ങുന്നത്. അപ്പോൾ വേറൊന്നും പഠിക്കാനൊന്നുമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ടും വരുന്നത്. 53, യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കലാരൂപം യൂറോപ്യൻകാർ കൊണ്ടുവന്ന ചവിട്ട് നാടകം തന്നെയാണ് കേട്ടോ. ചവിട്ട് നാടകം പോർച്ചുഗീസുകാരല്ലേ.
അപ്പോൾ യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം. 54ാമത്തെ ചോദ്യം, കഥകളിയെ സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു ജനകീയ കലയാണ്, തെറ്റാണ്. ഒന്നാമത്തെ തന്നെ തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കോ. ഓപ്ഷൻ എയിൽ വെട്ടി, ഓപ്ഷൻ ഡിയിലും വെട്ടി നമ്മൾ. രണ്ടാമത്തെ ഒരു ദൃശ്യകലയാണ്. ദൃശ്യകലയാന്നുള്ളത് എന്താണ്? ശരിയാണ് അല്ലേ? അപ്പോൾ രണ്ടില്ലാത്ത ഓപ്ഷൻസ് നമുക്ക് വെട്ടാം. ഓപ്ഷൻ സിയും നമ്മൾ വെട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഒരു ദൃശ്യകലയാണ്. അതേപോലെ പ്രധാന വാദ്യോപൻ മിഴാവ് എന്നുള്ളത് തെറ്റാണ്. 4ാമത്തെ പച്ച, കരി, കത്തി, താടി എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 55ാമത്തെ കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാ? കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. 56ാമത്തെ താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമങ്ങൾ ശരിയായ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ആശാ മേനോൻ, ശ്രീകുമാർ ശരിയാണ്. ആനന്ദ് കെ എം കെ മേനോൻ തെറ്റാണ്. ആനന്ദ് പി സച്ചിദാനന്ദനാണ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി ശരിയാണ്. വിലാസിനി എന്നറിയപ്പെടുന്നത് ആരാ? പി സച്ചിദാനന്ദൻ അല്ല, ആരാ? വിലാസിനി എം കെ മേനോനാണ് അല്ലേ? അപ്പോൾ 1ഉം 3ഉമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. 57ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് അല്ലേ? കുറേ പ്രാവശ്യം ചോദിച്ചു. ഇനി 58, 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ്? ഇതിൽ ആരും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ സുഖമായിട്ട് ആൻസർ ചെയ്താൻ പറ്റും. നമുക്കറിയുന്ന ഒരേ ഒരു ടെന്നീസ് താരം ആരേ ഉള്ളൂ? ഇക്കാസോയിട്ടൊക്കെ ഉള്ളൂ അല്ലേ? ബാക്കി ആരാന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും. 59ാമത്തെ ചോദ്യം, വെബ് പേജ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഏതാണ്? ഇതും എല്ലാവർക്കും കിട്ടും അല്ലേ? HTML അല്ലേ? HTML. ഇനി 60ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്ന്, ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ട് ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നുണ്ട്. ശരിയാണ്. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നുണ്ട്. അതെൻ്റെ പോരായ്മയാണ്. അപ്പോൾ അതും ശരിയാണ്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ കൈമാറേണ്ടത് അതിലേക്ക് മാത്രമേ അയക്കുന്നുള്ളൂ? സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. 3 പ്രസ്താവനകൾ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇത് പഠിച്ചു വെച്ചോ. ഇനി വരുന്ന എക്സാമുകളിലും IT ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഇതിന്നുണ്ട്. 61ാമത്തെ ചോദ്യം, ചേരുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പുറത്തെ ഏതാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ളത്? ആൻഡ്രോയിഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഏതാ ബ്രൗസർ ആയിട്ടുള്ള ഏതാ? മോസില്ല ഫയർഫോക്സ് എന്താണ്? ബ്രൗസറാണ്. ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയിൻ സ്റ്റിക്ക്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ അല്ലേ? 1, 3, 2, 1. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 62ാമത്തെ ചോദ്യം, സംസ്ഥാന ഗവൺമെൻറ് ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സേവനമാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത കൂടിയ കമ്പ്യൂട്ടർ നമുക്കറിയാം ഐരാവത്. ഇനി 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്, വലിയൊരു ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി നോക്കിയേ. മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയാണ് ശുപാർശ ചെയ്യുന്നത്. 65ാമത്തെ ചോദ്യം, മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ എത്ര വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്? കഴിഞ്ഞ LDCക്ക് 2021 നടന്ന LDCക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ? 60 വയസ്സോ അതിൽ കൂടുതലുള്ള ആളുകളെയാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. 66ാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്കൊക്കെയാണ് പരാതിക്കാരനാകാൻ സാധിക്കുന്നത്? ഇതും കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആട്ടോ. ഒന്ന് എന്താണ്? ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനൊക്കെ എന്താണ് പരാതി കൊടുക്കാൻ പറ്റും. അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോ എന്ത് ചെയ്യാൻ പറ്റും? പരാതി കൊടുക്കാൻ പറ്റും. അപ്പം എയും ബിയും ഇതിൽ ശരിയാണ്. 67ാമത്തെ ചോദ്യം, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത് ഏതാ? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ്. 68ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിനുള്ള നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. എന്താ? ശാരീരികമോ വാക്കാലോ ആയത്, അതുപോലെ സാമ്പത്തികമായതൊക്കെ എന്താണ്? ഗാർഹിക പീഡനമായിട്ട് കണക്കാക്കും. 69, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് EWSൽ 10% സംവരണം കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചാൽ 103ാം ഭേദഗതിയാണ്. ഇനി ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഒന്നുമില്ലെങ്കിലും ഉത്തര കൊറിയ എന്നുള്ളത് എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലേ? പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യനാണിത്. ഇനി മാത്സ് ആണ്. ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവാണ് മാത്സിൻ്റെത്. ഒന്നാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 65. രണ്ടാമത്തെ 72 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്,
73ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ 16ഉം 18ഉം. 74ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 52. 75ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതൊന്നും ചെയ്തു നോക്കിയിട്ടില്ല കേട്ടോ, പ്രൊഫഷനിലുള്ള ആൻസർ പറയുകയാണേ. 4.5. 76ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 14 മണിക്കൂർ. 77ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 2 വർഷമാണ്. 78ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 10 3/10 ആണ്. 79ൻ്റെ ആൻസർ വരുന്നത് 79ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആട്ടോ, ഓപ്ഷൻ ബി ആണ്. 80ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 59:31. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ 81ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ ആണ്. 83ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. 84ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. 86ൻ്റെ ആൻസർ വരുന്നത് അജക്റ്റീവ് അല്ല, അജക്റ്റീവ്. 87 ഓപ്ഷൻ സി ആണ്, ഹാവ് ദേ ആണ്. 88ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്റ്റാൻഡ് ഓവർ ആണ്. 89 ഓപ്ഷൻ ബി ആണ്, ടു ബി സബ്മിസീവ് എന്നുള്ളതാണ്, ഓപ്ഷൻ ബി ആണ്. 90ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്രേവ് കേട്ടോ, ഓപ്ഷൻ സി ബ്രേവ് ആണ്. ഇനി 10 മലയാളം ചോദ്യങ്ങൾ അല്ലേ. ശരിയായിട്ട് അതിഥി എങ്ങനെ എഴുതുന്നത്, എങ്ങനെയാണ് അതിഥി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ സി അല്ലേ, ഓപ്ഷൻ സി ആണ്. നീചം ഉച്ചം അല്ലേ, നീചം ഉച്ചമാണ്. ഇനി കാലത്തിന് യോജിച്ചത് കാലോചിതം. രക്തത്തിൻ്റെ പര്യായമായിട്ട് വരുന്നത് രുധിരമാണ്. എള്ളു കീറുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? എള്ളു കീറുക അല്ലേ, എള്ളു കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായിട്ട് പെരുമാറുക. സിംഹി എന്താ? സിംഹം അല്ലേ, സിംഹി സിംഹമാണ്. പ്രൊബോഷൻ പീരീഡ് അല്ലേ, നിരീക്ഷണ കാലഘട്ടം. പ്രൊബോഷൻ പീരീഡ് നമ്മൾ ജോലിയെ കിട്ടി കഴിഞ്ഞാൽ പ്രൊബോഷൻ പീരീഡ് ഉണ്ടാവും അല്ലേ, നിരീക്ഷണ കാലഘട്ടം. വരികെടോ എങ്ങനെയാണ് പിരിച്ച് ചെയ്താൽ വരികെടോ എന്ന് ഓപ്ഷൻ എ ആണ്, വരിക എടോ, ഓപ്ഷൻ എ ആണ്, വരിക എടോ. 99 പൂജക ബഹുവചനം ബഹുമാനപൂർവ്വം പറയുന്നതാണ് നമ്മൾ വൈദ്യർ അല്ലേ, ഓപ്ഷൻ ബി വൈദ്യർ. വിൺ പ്ലസ് തലം വിൺതലം, ഓപ്ഷൻ എ ആണ് വിൺതലം.